നരേന്ദ്രമോദിയുടെ മൂന്നാം വരവ് തൃശൂരിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ഇതുവരെ എത്തിയ സന്ദർശനത്തിനേക്കാളും എല്ലാം പൊലിമ കൂട്ടുന്ന രീതിയിലുള്ള ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ ബിജെപിക്ക് കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ അഭിമാനാർഹമായ കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വർഷത്തിൽ അദ്ദേഹം ഒരു പക്ഷേ അതിന് തന്നെ ഒരു കിക്ക് ഓഫിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിന് തുടക്കം കുറിച്ചുള്ള ഒരു പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുമോ എന്നതുകൂടി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന നിമിഷം കൂടിയാണല്ലോ ഇത്. ഏത് രീതിയിലുള്ള പങ്കാളിത്തമാണ് വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ബിജെപിക്ക് ഉണ്ടാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടക്കുന്നാഥന്റെ മണ്ണിലൂടെ സഞ്ചരിക്കുമ്പോൾ? തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ അവരുടെ ഏറ്റവും മൂർച്ചയേറിയ വജ്രായുധമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ അംഗത്തിനിറക്കിക്കൊണ്ട് ബിജെപി അവരുടെ ആദ്യ ചുവടുവെപ്പ് ഉറപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ബിജെപിക്ക് ചവിട്ടി നിൽക്കാൻ ഉറപ്പുള്ള മണ്ണല്ല കേരളത്തിന്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ആ ചരിത്രം മാറ്റാനുള്ള പരിശ്രമമാണ് കേരളത്തിൽ ബിജെപി നേതൃത്വത്തിന്റെ ഭാഗത്തുമുള്ളത്. കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നായ തൃശൂർ കേന്ദ്രീകരിച്ച് ബിജെപിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോകുന്നു. അവരുടെ ഏറ്റവും മികച്ച സ്റ്റാർ കാൻഡിഡേറ്റ് സൂപ്പർ താരം സുരേഷ് ഗോപിയുടെ വ്യക്തിഗത മികവും അദ്ദേഹത്തിന്റെ ആ സ്റ്റാർഡമും ആരാധക വൃന്ദവും അതെല്ലാം തന്നെ ഈ ഒരു പോരാട്ടത്തിൽ ബിജെപിക്ക് കരുത്തു പകരുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം ഉള്ളത്. ഇന്ന് രാവിലെ മുതൽ സുരേഷ് ഗോപി തൃശൂരിലുണ്ട്. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ, ജനങ്ങൾക്ക് മുമ്പിൽ എത്തിയതാകട്ടെ നരേന്ദ്രമോദിക്കൊപ്പം അദ്ദേഹത്തിന്റെ തുറന്ന വാഹനത്തിലാണ്. അതാണ് ഈ സമ്മേളനത്തിന്റെ തന്നെ ഏറ്റവും വലിയ നാടകീയമായിട്ടുള്ള ഒരു നീക്കം. അല്ലെങ്കിൽ ഏറെ പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു നീക്കം എന്ന് ചോദിച്ചാൽ, സുരേഷ് ഗോപി തുറന്ന വാഹനത്തിൽ നരേന്ദ്രമോദിക്കൊപ്പം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുമെന്ന് ബിജെപി നേതൃത്വത്തിന് പോലും ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. ഏറ്റവും അവസാന നിമിഷമാണ് അത്തരത്തിലൊരു കാര്യം സംഭവിക്കുന്നത്. എന്താണെങ്കിലും തൃശൂർ കാത്തിരുന്ന ആ ഒരു നിമിഷം, തൃശൂരിൽ എത്തിയ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തൃശൂരിൽ എത്തിച്ചേർന്ന ബിജെപി പ്രവർത്തകരെ ആവേശത്തിലാക്കി നരേന്ദ്രമോദിക്കൊപ്പം സുരേഷ് ഗോപിയും ഈ തുറന്ന വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി തൃശൂരിലെ ഈ സമ്മേളനത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ സൂചന എന്ന വണ്ണം ഇതാ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പറയാതെ പറഞ്ഞുകൊണ്ട് തന്റെ തുറന്ന വാഹനത്തിൽ ഒരുമിച്ച് നിർത്തി നരേന്ദ്രമോദി ഇതാ ഇപ്പോൾ പ്രധാന വേദിയിലേക്ക്, മഹിളാ സമ്മേളന വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. റൈറ്റ് അനുമോദ്, അതോടൊപ്പം തന്നെ സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് അതൊരു ബിജെപിയെ സംബന്ധിച്ചിടത്തോളം, എൻ ഡി എ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും സ്ത്രീ വോട്ടുകൾ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട തന്നെയാണ്. വനിതാ സംവരണ ബില്ലിന് ശേഷം പ്രധാനമന്ത്രി എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അനുമോദന സമ്മേളനമാണ് നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ട്. ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള അഭൂതപൂർവമായിട്ടുള്ള ഒരു സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിയുന്നത് പോലും അതുപോലും വോട്ട് ബാങ്കിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നുള്ളൊരു പ്രതീക്ഷ ബിജെപിക്കുണ്ടോ? ആ കാഴ്ച തന്നെയാണോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും വടക്കുന്നാഥന്റെ മണ്ണിൽ നിന്ന്? ബിജെപിയെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന കാഴ്ച. ബിജെപിയുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്കുള്ള പോരാട്ടത്തിന്റെ ആദ്യ ചവിട്ടുപടിയിൽ തന്നെ അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന സാഹചര്യം അതാണ് ഇവിടെ കാണുന്നത്. ഇന്ന് രാവിലെ ശോഭാ സുരേന്ദ്രൻ നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. മുൻപ് ബിജെപിയുടെ ഒരു പരിപാടിയിലേക്ക് ആളുകളെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരേണ്ട അവസ്ഥ, പക്ഷേ ഇപ്പോൾ ഇത്തവണ ആളുകൾ ഇങ്ങോട്ട് വിളിച്ച് തങ്ങൾക്ക് കൂടി അവസരം നൽകാമോ, ഏത് സദസ്സിൽ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം തരാമോ എന്ന് ചോദിക്കുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ രാവിലെ പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ ശ്രദ്ധേയമാവുന്നത്. അതായത് കഴിഞ്ഞ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള ഈ 2 ടേം അത് ബിജെപിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്തിന്റെ വികസനത്തിന് ഉപയുക്തമാകുന്ന രീതിയിൽ, രാജ്യത്തെ വീട്ടമ്മമാരുടെ, സ്ത്രീകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന രീതിയിൽ നിരവധി പദ്ധതികൾ, നിരവധി നയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ബിജെപി അവകാശപ്പെടുന്നു. ഈ പദ്ധതികൾ അത് വീട്ടമ്മമാരിലൂടെ ഓരോ വീടുകളിലേക്കും ആ പദ്ധതിയുടെ സന്ദേശം എത്തുകയും അത് ഒരു കുടുംബത്തിന്റെ വോട്ടായി, ഒരു കുടുംബത്തിന്റെ വോട്ടായി ഇത് മാറുമെന്നും അത് ബിജെപിക്ക് രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യുമെന്നും അവർ കരുതുന്നു. ബിജെപി എതിർക്കുന്നവർക്ക് ഒട്ടേറെ കാര്യങ്ങൾ വിമർശിക്കാൻ ഉണ്ടെങ്കിലും, ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും ബിജെപിയെ സംബന്ധിച്ച് മഹിളകളിലൂടെ, വനിതകളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് എത്താമെന്ന ഒരു സ്ട്രാറ്റജിയാണ് ബിജെപിയെ സംബന്ധിച്ച് അവർ സ്വീകരിക്കുന്നത്. ആ നടപടി, ആ ലക്ഷ്യത്തിലേക്ക് നടന്നു കയറാൻ ഈ മഹിളാ സമ്മേളനം ഒരു പ്രധാനപ്പെട്ട ഉപാധി തന്നെയാണ്. കേരളത്തിലെ 7 ജില്ലകളിൽ നിന്നായി 2 ലക്ഷത്തിലധികം വനിതകളെ അണിനിരത്തി നരേന്ദ്രമോദിയെ കൊണ്ട് ഒരു മഹാസമ്മേളനത്തിൽ സംസാരിപ്പിച്ച് ബിജെപി
അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്കുള്ള ആദ്യ ഘട്ടം പിന്നിടുകയാണ്. ഇനി നരേന്ദ്രമോദി ഈ വേദിയിൽ എന്തെല്ലാം പറയും, എന്തെല്ലാം കാര്യങ്ങളാവും അദ്ദേഹം പങ്കുവെക്കുക എന്നുള്ളതാണ് അടുത്ത കാത്തിരിപ്പ്. എന്താണെങ്കിലും തൃശ്ശൂരിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേരുന്നു. അദ്ദേഹം BJP മഹിളാ സമ്മേളനം തേക്കിങ്ങാട് മൈതാനത്ത് തുടങ്ങുകയാണ്. അത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സമ്മേളനത്തിലേക്ക് പങ്കെടുക്കാൻ അദ്ദേഹം റോഡ് ഷോയിലൂടെ ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് തുടങ്ങുന്ന റോഡ് ഷോ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുകയാണ് തേക്കിങ്ങാട് മൈതാനത്തേക്ക്. അതിൻ്റെ കാഴ്ച വലിയ രാഷ്ട്രീയ പ്രഖ്യാപനമായി തന്നെ മാറുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വരവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ഇതാ തുടക്കം കുറിച്ചിരിക്കുന്നു BJP കേരളത്തിൽ എന്നുള്ള വ്യക്തമായിട്ടുള്ള ചിത്രം തന്നെയാണ്. പറയാതെ പറയുകയാണ് തൃശ്ശൂർ ഏത് രീതിയിലുള്ള ഒരു ചിത്രമായിരിക്കും ജനങ്ങൾക്ക് നൽകുക എന്നുള്ളത്. സംസ്ഥാനത്തെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മണ്ഡലമായി മാറിയിരിക്കുന്ന ഒന്നുകൂടിയാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആ പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നടത്തുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയെ തന്നെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ തുറന്ന വാഹനത്തിൽ തനിക്കൊപ്പം കൊണ്ടുവന്ന് തന്നെ ആ നേരത്തെ അനുമോദ് പറഞ്ഞതുപോലെ പറയാതെ പറയുന്നുണ്ട് ആരായിരിക്കും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി എന്നുള്ളത്. കൃത്യമായിട്ടുള്ളൊരു ചിത്രം നൽകുന്നു. ഇന്ത്യ ഒട്ടാകെ BJP വെന്റിക്കൊടി പാറിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കണ്ട കാഴ്ച എല്ലാ പ്രചാരണങ്ങളിലും സ്റ്റാർ ക്യാമ്പയിനറായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. വിവിധ ഇടങ്ങളിൽ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സംസ്ഥാന നേതൃത്വത്തെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒറ്റ പ്രചാരകനായി മാറുന്ന കാഴ്ച കണ്ടതാണ് നമ്മൾ കഴിഞ്ഞ രാഷ്ട്രീയ കാലഘട്ടത്തിൽ. ആ രീതിയിലേക്കുള്ള ഒരു പ്രചാരണത്തിന് തന്നെ കേരളത്തിലും BJP തുടക്കം കുറിക്കുന്നു എന്ന് തോന്നുന്ന ദൃശ്യങ്ങൾക്ക് കൂടിയാണ് തൃശ്ശൂർ സാക്ഷ്യം വഹിക്കുന്നത്. कुछ समय में प्रधानमंत्री नरेंद्र मोदी अब इस दक्षिणकाड़ी मैदान के अंदर पहुंचेंगे और यहाँ भी പ്രധാനമന്ത്രി നരേന്ദ്രമോദി തേക്കിൻകാട് മൈതാനത്ത് എത്തിയിരിക്കുന്നു. അദ്ദേഹം മഹിളാ സമ്മേളന വേദിയിലേക്ക് നടന്നു വരുന്ന കാഴ്ച, ഇരുവശത്തും കൂടി നിൽക്കുന്ന ലക്ഷോപലക്ഷം പ്രവർത്തകർ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ച. കഴിഞ്ഞ തവണ അദ്ദേഹം കൊച്ചിയിലെത്തിയപ്പോൾ അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്ന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയുണ്ടായി. ആ രീതിയിലേക്കുള്ള റോഡ് ഷോയിലേക്കൊക്കെ തൃശ്ശൂർ കടക്കുമോ എന്നുള്ള സംശയം പോലും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ നമുക്ക് കാണാം 2 ലക്ഷത്തിലേറെ സ്ത്രീകൾ മഹിളാ സമ്മേളന വേദിയിൽ പങ്കെടുക്കുമ്പോൾ അതിലും എത്രയോ ഇരട്ടി BJP പ്രവർത്തകരുടെ, പുരുഷ പ്രവർത്തകരുടെ പ്രാതിനിധ്യം അതിന് തൊട്ട് സമീപത്ത് തന്നെയുണ്ട്. വേദിയിലേക്ക് പ്രവേശനമില്ല എങ്കിൽ പോലും ആ രീതിയിലുള്ള വലിയ പങ്കാളിത്തം ഉറപ്പാക്കാൻ BJP കഴിഞ്ഞിരിക്കുന്നു. അത്രയും വലിയ ഒരു ആൾക്കൂട്ടത്തിന് നടുവിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹിളാ സമ്മേളന വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലം എന്തുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള മണ്ഡലമായി മാറുന്നത്? സുരേഷ് ഗോപി എന്ന വ്യക്തിത്വം, സുരേഷ് ഗോപി എന്ന നേതാവ് കഴിഞ്ഞ സമയങ്ങളിൽ തൃശ്ശൂർ മണ്ഡലവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് എന്നുള്ള പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെ BJPയുടെ സംസ്ഥാന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പലതവണ വന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എങ്ങനെയാണ് ഇത്തവണ വോട്ടായി മാറുക? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുതൽ കൂട്ടാക്കാൻ സാധിക്കാതിരുന്ന വിജയം ഇത്തവണ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ പ്രതീക്ഷ പലപ്പോഴായി അവർ പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട്.